ഹലോ ഓൾ, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ഫ്രഞ്ചുകാരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. അവരുടെ ആഗമനവും കോൺട്രിബ്യൂഷൻസുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം, മൂന്നാമതായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള യൂറോപ്യൻ ശക്തികളാണ് ബ്രിട്ടീഷുകാർ. അപ്പൊ നമുക്ക് ആ ഓർഡർ ഒന്നും കൂടി ഓർത്തെടുക്കാം. ആദ്യമായിട്ട് എത്തിയത് പോർച്ചുഗീസുകാരാണ്, പിന്നീട് ഡച്ചുകാരാണ്, മൂന്നാമതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്, നാലാമതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ കുറച്ച് ലെങ്തി ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ ഒരിക്കലും മറക്കരുത്. അപ്പൊ നമുക്കറിയാം, മറ്റു യൂറോപ്യൻ ശക്തികളായിട്ടുള്ള ഡച്ചുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാരായിക്കോട്ടെ, പോർച്ചുഗീസുകാരായിക്കോട്ടെ ആദ്യം വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിൽ എത്തിയെങ്കിലും പിന്നീട് ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ നൂറ്റാണ്ടുകളോളം നമ്മളെ ഭരിച്ച ഒരു യൂറോപ്യൻ ശക്തികളാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അവർ വ്യാപാരത്തിനായിട്ട് എത്തിയതെങ്കിലും പിന്നീട് ഭരണകാര്യങ്ങളിൽ ഇടപെട്ട് കുറെ ഉടമ്പടികളിലൂടെ നമ്മുടെ ഭരണം കൈക്കലാക്കുകയും ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള യൂറോപ്യൻ ശക്തികളാണ് ഈ ബ്രിട്ടീഷുകാർ. അപ്പൊ ഇവര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വ്യാപാര ആവശ്യത്തിനാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇവർ ആദ്യമായിട്ട് ഇവിടെ എത്തിയതിനു ശേഷം ഇവരാദ്യം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഓൾറെഡി ഇവിടെ ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവരുടെ ഒരു മോണോപോളി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റു യൂറോപ്യൻ ശക്തികളുമായിട്ട് ഇവർ ധാരാളം യുദ്ധങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള റീജിയണൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള രാജവംശങ്ങളെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡച്ചുകാരെ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാരെന്നാണ്, പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരെ കേരളക്കാർ വിളിച്ചിരുന്ന പേരുകൾ നിങ്ങൾ ഓർക്കണം, വെള്ളക്കാരെന്നാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള നെയിമാണ്. പക്ഷെ മറ്റു രണ്ട് പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കണം. ഷീമക്കാരെന്നും അതുപോലെ തന്നെ വട്ടത്തൊപ്പിക്കാരും എന്നാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മൂന്ന് പേര് മറക്കരുത്, വെള്ളക്കാരെന്നും ഷീമക്കാരെന്നും അതുപോലെ തന്നെ വട്ടത്തൊപ്പിക്കാരെന്നും. ഈ ഒരു മൂന്ന് പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ഇതിന്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ കേരളത്തിൽ ബ്രിട്ടീഷ് ശക്തിയുടെ ഉദയം എന്ന് പറയുന്നത് വാണിജ്യ താല്പര്യങ്ങളോടെ തുടങ്ങി സൈനിക ഇടപെടലുകളിലൂടെയും അതുപോലെ തന്നെ ഉടമ്പടികളിലൂടെയും മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ഒരു കേരളം മൊത്തം ഇവര് ഏറ്റെടുത്തു, ഭരണം സ്ഥാപിച്ചു. അതാണ് ഈ ഒരു സ്ലൈഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മറ്റ് യൂറോപ്യൻ ശക്തികളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ആദ്യത്തേത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഈ ഒരു ക്രോണോളജി നിങ്ങൾ ഓർത്ത് വെക്കണം, ഒരിക്കലും മറക്കരുത്. നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത് റാൽഫ് ഫിച്ച് ആണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. റാൽഫ് ഫിച്ച് അക്ബറിന്റെ കോർട്ടിലാണ് ആദ്യമായിട്ട് റാൽഫ് ഫിച്ച് വന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ബേസിക് നോളജിന് വേണ്ടി കൊടുത്തതാണ്. ചിലപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത് ചോദ്യം വരാം. അപ്പൊ 1615 വില്യം കീലിംഗ്, ഈ പേര് നിങ്ങൾ മറക്കരുത്, വില്യം കീലിംഗ് 1615 സാമൂതിരിയുമായിട്ട് ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഈ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം മലബാർ ഏരിയയിൽ ഇവർക്ക് വ്യാപാരത്തിനുള്ള അനുമതി ലഭിച്ചു. അതുപോലെ തന്നെ കൊച്ചി രാജാവായിട്ടുള്ള രാമവർമ്മയുമായിട്ടും ഇവര് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ വ്യാപാരത്തിന്റെ ആവശ്യത്തിനായിട്ട് ആദ്യമായിട്ട് ഇവർ തുടങ്ങിയ ഇവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് ട്രേഡിംഗ് സെന്റേഴ്സ്, മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പണ്ടകശാലകൾ ഇവർ സ്ഥാപിച്ചു. അപ്പൊ ഇനീഷ്യലി ഇവർ സ്ഥാപിച്ച 4 പണ്ടകശാലകളാണ്, ട്രേഡിംഗ് സെന്റേഴ്സ് ആണ്. വിഴിഞ്ഞമാണ് ആദ്യത്തെ പണ്ടകശാല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുപോലെ തലശ്ശേരി, അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ, ഇത്രയും ഈ ഒരു 4 ട്രേഡിംഗ് സെന്റേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ട എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. അഞ്ചെങ്ങോ ഫോർട്ട്,
1695 ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്, മറക്കരുത്. ഈ അഞ്ചുതെങ്ങ് ഫോർട്ടിന് ശേഷമാണ് 2 കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അഞ്ചുതെങ്ങ് ഫോർട്ട് 1695 പണി കഴിപ്പിച്ചത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി 1708 തലശ്ശേരി കോട്ട, പ്രശസ്തമായിട്ടുള്ള തലശ്ശേരി കോട്ട 1708 ഒരു കോട്ടയായിട്ട് സ്ഥാപിതമായത്. അതിനു മുമ്പ് ഇതൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. പിന്നീട് ഒരു മിലിറ്ററി പേർപ്പസിനായിട്ടുള്ള കോട്ടയാക്കി ബ്രിട്ടീഷുകാർ ഇതിനെ മാറ്റി. അതുപോലെ തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. ഇത് സാധാരണ ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് കുരുമുളക് കയറ്റുമതി ചെയ്തത് 1634 കൊച്ചി ടു ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിലോട്ട് ആദ്യമായിട്ട് കുരുമുളക് കയറ്റി അയച്ചത് 1634 പറയപ്പെടുന്നു. അതുപോലെ തന്നെ 1664 സാമൂതിരിയുടെ അനുമതിയോടുകൂടി ഇവര് കോഴിക്കോട്ട് ഒരു ഫാക്ടറി പണിതു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രാദേശികമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, പ്രതിരോധങ്ങൾ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ട ഒന്നാണ് അഞ്ചുതെങ്ങ് കലാപം. ഇത് നിങ്ങൾ മറക്കരുത്. അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ളത്. 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ ഒരു റീസൺ എന്ന്, അഞ്ചുതെങ്ങ് കലാപം നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കോട്ട ഒരു മെയിൻ ഫാക്ടറാണെന്ന് നമുക്ക് പറയാം. അതുകൂടാതെ ഈ അഞ്ചുതെങ്ങില് ഇവരെന്ത് ചെയ്തു, വ്യാപാരത്തില് ഏകാധിപത്യം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നാട്ടുകാരെയും അതുപോലെ തന്നെ നാട്ടിലുള്ള മറ്റു വ്യാപാരികളെയും ബാധിക്കാൻ തുടങ്ങി. അതൊരു മെയിൻ റീസൺ ആണ്. അതുപോലെ തന്നെ ഈ കോട്ട കാരണം നാട്ടുകാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഈ കോട്ട ആക്രമിച്ചു 1697. അതാണ് അഞ്ചുതെങ്ങ് കലാപമായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന മറ്റൊരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന്റെ റീസൺ എന്ന് പറയുന്നത്, ആ ഇയർ നിങ്ങൾ മറക്കരുത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1721 ഇഷ്ടം പോലെ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം 1721, 1721. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ഈ വർഷങ്ങൾ നിങ്ങൾ മാറിപ്പോകരുത്. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവ് ഈ ബ്രിട്ടീഷുകാർക്കുണ്ട്. എന്നാൽ 8 വീട്ടിൽ പിള്ളമാർക്ക് ഇത് തീരെ പിടിച്ചില്ല. അതായത് നായർ പ്രമാണിമാർക്ക് ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഗിഫ്റ്റ് കൊടുക്കാൻ പോയ ടൈമിൽ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗിഫോർഡ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മേധാവിയായിട്ടുള്ള ഗിഫോർഡും മറ്റു സൈനികരും ചേർന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പോയ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്തു, നാട്ടുകാർ കൂടി ചേർന്ന് ആക്രമിച്ചു. 140ഓളം വരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികരെ വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടിത കലാപം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. സംഘടിത പ്രക്ഷോഭം, ഇത് മറക്കരുത്. ഓർഗനൈസ്ഡ് റിവോൾട്ട് ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കണം ആറ്റിങ്ങൽ കലാപത്തിലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു സംഘടിത കലാപം എന്ന് പറയുന്നത്? ചുമ്മാ പോയി ഇവരെല്ലാവരും കൂടി ആക്രമിച്ചതല്ല, കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ഒരു കൃത്യമായ നേതൃത്വം മൂലമാണ് ഇവർ ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് കുടമൻ പിള്ളൈ. അപ്പോൾ കുടമൻ പിള്ളയാണ് ഇതിൻ്റെ നേതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ ഒരു മൂവ്മെന്റിനെ അടിച്ചമർത്തി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം PSCയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, എവിടുന്ന് വന്ന പട്ടാളക്കാരാണ് ഈ ഒരു മൂവ്മെന്റിനെ അടിച്ചമർത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് ഈ മൂവ്മെന്റ് അടിച്ചമർത്തിയത്. മറക്കരുത്, തലശ്ശേരിയിൽ നിന്ന് വന്ന പട്ടാളക്കാർ. ഓക്കെ, തലശ്ശേരിയിൽ നിന്ന് വന്ന സൈനികരാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനികരാണ് ഈ ഒരു കലാപത്തെ അടിച്ചമർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേര് മറക്കരുത്, കുടമൻ പിള്ളൈ. അതുപോലെ തന്നെ ഇയർ നിങ്ങൾ ഓർത്തു വെക്കണം.
അതിനുശേഷം ആറ്റിങ്ങൽ കലാപത്തിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് വേണാട്, അതായത് വേണാട് ഉടമ്പടി. ഈ ഇയർ നിങ്ങൾ മറക്കരുത്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നപ്പോൾ 1723 വേണാട് ഉടമ്പടി നടന്നിട്ടുള്ളത്. അപ്പൊ ആരൊക്കെ തമ്മിലാണ് ഈ വേണാട് ഉടമ്പടി? അത് നമുക്ക് നോക്കാം. വേണാട് രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ഒപ്പുവെച്ച ഈ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പൊ ഈ ഒരു ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടീഷുകാർക്ക് രാജ്യത്തെ വ്യാപാരത്തിന് ഒരു പ്രത്യേക അധികാരം ലഭിക്കുകയും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. ഇതിനു ശേഷം കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രാജ്യത്തിനുള്ളിൽ ഫാക്ടറികൾ സ്ഥാപിക്കാനും സ്വന്തമായിട്ടൊരു വ്യാപാരം നടത്താനുമുള്ള ഒരു മൊണോപ്പൊളി, ഒരു അനുമതി ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷവും അതുപോലെ തന്നെ വേണാട് ഉടമ്പടിയും. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം. ഈ പേരുകളും ഈ വർഷങ്ങളും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് പഴശ്ശിരാജയുടേതാണ്. പഴശ്ശി റിവോൾട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ അഹോരാത്രം പോരാടിയ ഒരു ധീരനായിട്ടുള്ള രാജാവാണ്. അപ്പോൾ പഴശ്ശിരാജയുടെ രാജവംശം നമ്മൾ പറയുന്നത് കോട്ടയമാണ്. കോട്ടയം രാജവംശം ഇന്ന് കാണുന്ന കോട്ടയമല്ല, കണ്ണൂർ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു രാജവംശമാണ് ഈ കോട്ടയം രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ പുരളിമല ആസ്ഥാനമായിട്ടാണ് ഇവർ ഭരിച്ചിരുന്നത്. പുരളിമല, ഓക്കെ, പുരളിമല ആസ്ഥാനമായിട്ടാണ് പഴശ്ശിരാജ ഭരിച്ചിരുന്നത്. അപ്പൊ പഴശ്ശിരാജയെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ പേര് ബ്രിട്ടീഷ് ഡോക്യുമെന്റ്സിലുള്ളത് പൈച്ചി രാജ എന്നാണ്. ഓക്കെ, പൈച്ചി രാജ, പൈച്ചി രാജ, ബിക്കോസ് ഇംഗ്ലീഷുകാർക്ക് ഴ എന്ന അക്ഷരം വഴങ്ങൂല, അതുകൊണ്ടാണ് പൈച്ചി രാജ എന്ന പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് റെക്കോർഡ്സിൽ. അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്നും പുരളീശമ്മൻ എന്നും മറ്റു പേരുകളാണ്. കൊട്ടിയോട്ട് രാജ, അതുപോലെ തന്നെ പുരളീശമ്മൻ, ഈ പേരുകൾ നിങ്ങൾ മറക്കരുത്. അപ്പൊ ഈ 3 പേരുകൾ നിങ്ങൾ ഓർക്കണം. പഴശ്ശിരാജയുടെ മറ്റു പേരുകളാണ്. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ കൊടുത്ത പോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി വിപ്ലവം. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയാൻ, അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് 2 ഘട്ടങ്ങളിലായിട്ടാണ് പഴശ്ശി കലാപങ്ങൾ നടന്നിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ഓർത്ത് വെക്കണം എന്താണ് ഇതിന്റെ റീസൺസ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ കൊടുത്ത പോലെ ടിപ്പു സുൽത്താന് 1670കളിൽ ഹൈദരലിയുടെ മകനുമായിട്ടുള്ള ടിപ്പു സുൽത്താന് മലബാർ കീഴടക്കി. അപ്പോൾ ഈ മലബാർ കീഴടക്കിയപ്പോൾ എന്തായി? ഈ പ്രാദേശിക രാജാക്കന്മാരുടെ അധികാരം നഷ്ടപ്പെടുകയും പ്രത്യേകിച്ച് നികുതി പിരിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടു. ഒബ്വിയസ്ലി മൈസൂർ രാജവംശം നികുതി പിരിക്കാൻ തുടങ്ങി. ഇത് പ്രാദേശികമായിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും ബാധിച്ചു. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയും ഇവർക്ക് എല്ലാവർക്കും ടിപ്പു സുൽത്താനെ തോൽപ്പിക്കണം, ടിപ്പു സുൽത്താനിൽ നിന്നും നമ്മുടെ മലബാർ പിടിച്ചെടുക്കണമെന്ന് വലിയൊരു ആവശ്യമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പഴശ്ശിരാജ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. അപ്പോൾ അതാണ് മെയിൻ റീസൺ. അതിനുശേഷം 1792 മൂന്നാം ആംഗ്ലോ മൈസൂർ വാർ, അപ്പോൾ ബ്രിട്ടീഷ് മൈസൂർ വാറിൽ ടിപ്പു സുൽത്താനെ തോൽപ്പിക്കുകയും അങ്ങനെ ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ എന്ത് ചെയ്തു? മലബാർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്നാൽ ഈ മലബാർ പിടിച്ചെടുത്തതിന് ശേഷം പഴശ്ശിരാജയ്ക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഇവർ കൊടുത്തില്ല. അങ്ങനെ ഇത് പഴശ്ശിരാജയെ ചൊടിപ്പിച്ചു. അങ്ങനെയാണ് ഈ ഒരു പഴശ്ശി കലാപം, ആദ്യ പഴശ്ശി കലാപം നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇയർ നിങ്ങൾ ഓർക്കണം. അപ്പൊ 2 ഫേസ് ആയിട്ടാണ്, 2 സീസൺ ഒന്ന് ഓർത്താൽ മതി. ഇപ്പൊ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ, അതുപോലെ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് ഓർക്കാവുന്നതാണ് 2 സീസൺസ്. അപ്പൊ ആദ്യത്തെ സീസൺ എന്നാണ് 1793, 1797. അപ്പൊ ഇങ്ങനെ ഓർത്ത് മതി. 1793 ആദ്യ സീസൺ നടന്നു. രണ്ടാമത്തെ സീസൺ നടന്നത് 1800 to 1805. ഇത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം. ഇങ്ങനെ ഈ 2 സീസൺ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ 2 സീസണിന്റെ ഇയേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴശ്ശി യുദ്ധങ്ങളുടെ യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല വാർഫെയർ ആണ്. പഴശ്ശിരാജയും സൈന്യവും ഉപയോഗിച്ചത് ഒളിപ്പോര് യുദ്ധതന്ത്രമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും 2009 ഇറങ്ങിയിട്ടുള്ള
പഴശ്ശിരാജ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാം. അതിൽ നടന്ന സംഭവങ്ങൾ, പനമരക്കോട്ട ആക്രമണം നടത്തിയത്, അതുപോലെ തന്നെ എടച്ചേന കുങ്കൻ നായർ, മറ്റു സൈന്യ തലവന്മാർ, ഇതെല്ലാം നിങ്ങൾക്ക് വിഷ്വലി നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണ് പഴശ്ശിയുടെ സൈന്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളവർ? എടച്ചേന കുങ്കൻ നായർ, അതുപോലെ തന്നെ കൈതേരി അമ്പു, പിന്നെ കുറിച്ച ലീഡറായിട്ടുള്ള, കുറിച്ച ഗോത്രവർഗത്തിലെ ലീഡറായിട്ടുള്ള തലക്കൽ ചന്തു. ഈ പേരുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എപ്പോഴും ഈ പഴശ്ശി കലാപം, പഴശ്ശി, ഈ ഒരു ഏരിയയോട് PSCക്ക് ഭയങ്കര ഒരു ഒബ്സെഷനാണ്. എപ്പോഴും ഏത് PSC എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഹിസ്റ്ററി വിഭാഗത്തിൽ. അപ്പോൾ നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഒരു പേരുകൾ ആ സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാം പഴശ്ശി യുദ്ധത്തിന്റെ റീസൺ എന്ന് പറയുന്നത്, ആദ്യത്തേത് നികുതി പിരിവിനെ ചൊല്ലിയിട്ടുള്ള തർക്കമാണ്. എന്നാൽ രണ്ടാം പഴശ്ശി സീസണിൽ നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാ വിഭാഗങ്ങളും, നായന്മാരായിക്കോട്ടെ, അതുപോലെ മാപ്പിളമാരായിക്കോട്ടെ, ഗോത്രവർഗക്കാരായിക്കോട്ടെ, എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള നികുതിയും നിർബന്ധിത നികുതി പിരിവുമാണ്. എന്നാൽ മെയിൻ കാരണം, ഈ യുദ്ധം തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്, ഇവർക്ക് വയനാട് പിടിച്ചെടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ വയനാട് പിടിച്ചെടുക്കാനുള്ള ഇവരുടെ ഈ ഒരു നീക്കത്തിനെതിരെയാണ് രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത്. അപ്പോൾ ഇത് മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു ഇൻസിഡൻ്റ് ആണ് പനമരം കോട്ട ആക്രമണം. ഈ ഇയർ നിങ്ങൾ മറക്കരുത്. 1802 ഒക്ടോബർ 11 പനമരം കോട്ട ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പനമരം കോട്ട ആക്രമണത്തിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ പനമരം കോട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി ബേസ് ആയിരുന്നു, ആയുധപ്പുരയായിരുന്നു ഈ പനമരം കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ 1802 എടച്ചേന കുങ്കൻ നായരും തലക്കൽ ചന്തുവുമാണ് ഈ ഒരു കോട്ട ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്, ഈ പഴശ്ശി കലാപത്തെ അടിച്ചമർത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയോഗിച്ചത് ആരെയാണ്? ആർതർ വെല്ലസ്ലി. ഈ പേര് മറക്കരുത്, ആർതർ വെല്ലസ്ലി. ധീരനായിട്ടുള്ള, പ്രഗത്ഭനായിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസറാണ്. ടിപ്പുവിനെ തോൽപ്പിച്ചതും അതുപോലെ തന്നെ ഫ്രഞ്ചിനെ തോൽപ്പിച്ചതൊക്കെ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ സബ് കളക്ടറായിട്ടുള്ള തോമസ് ബേബർ, ഈ പേരും നിങ്ങൾ മറക്കരുത്, തോമസ് ബേബർ. ഇദ്ദേഹമാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിച്ചിട്ടുള്ള തലശ്ശേരി സബ് കളക്ടർ. അപ്പം ഈ ഒരു ചോദ്യം ഇയാളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഴശ്ശി റിവോൾട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ 1805 പഴശ്ശി രാജ വീരമൃത്യു വരിച്ചത്. എവിടെ വെച്ചിട്ടാണ്? ആ സ്ഥലപ്പേര് നിങ്ങൾ മറക്കരുത്, മാവിലത്തോട്. ഓക്കെ, മാവിലത്തോട് വെച്ചിട്ടാണ് പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചത് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ വീരമൃത്യു വരിച്ചത് 1805 മാവിലത്തോട് വെച്ചിട്ടാണ്. അടുത്ത പഴശ്ശിരാജയെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്നത് കേരള സിംഹം എന്നാണ്. സർദാർ KM പണിക്കർ എന്ന ചരിത്രകാരനാണ് പഴശ്ശിരാജയ്ക്ക് ഈ ഒരു ടൈറ്റിൽ കൊടുത്തത്, ലയൺ ഓഫ് കേരള, കേരള സിംഹം. ഇതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് PSC എപ്പോഴും ചോദിക്കുന്ന ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പഴശ്ശി മെമ്മോറിയൽ. പഴശ്ശി മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്മാരകം മാനന്തവാടിയിലാണ്. അതുപോലെ തന്നെ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുള്ള ഈസ്റ്റ് ഹില്ലിലാണ്, മറക്കരുത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരുള്ള വെളിയമ്പാറയിലാണ്. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചോ. പഴശ്ശി മെമ്മോറിയൽ മാനന്തവാടിയിലാണ്, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല് കോഴിക്കോടാണ്, അതുപോലെ തന്നെ പഴശ്ശി ഡാം വെളിയമ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറുത്തുനിൽപ്പ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു റിവോൾട്ടായിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കുറിച്യ കലാപമാണ്, കുറിച്യ റിവോൾട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അപ്പോൾ എന്താണ് കുറിച്യ കലാപത്തിന്റെ റീസൺ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗോത്രവർഗക്കാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അമ്പെയ്ത്തില് വളരെ മിടുക്കരായിട്ടുള്ള ഒരു ഗോത്രവർഗമാണ് ഈ കുറിച്യ ഗോത്രവർഗം. അപ്പോൾ ഇവർക്ക് അമിതമായ നികുതി ബ്രിട്ടീഷുകാർ ഈടാക്കാൻ തുടങ്ങി. അമിതമായ നികുതിക്ക് പുറമെ നിർബന്ധിത നികുതിയും. ഇവരുടെ
ആവാസ വ്യവസ്ഥയെ, അതായത് കാട് കയ്യേറാനും ബ്രിട്ടീഷുകാർ തുടങ്ങി. കുറെ നിയന്ത്രണങ്ങൾ ഇവർക്ക് മേൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തി. ഇതാണ് കുറിച്യ റിവോൾട്ടിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ കുറിച്യ റിവോൾട്ടിന് നേതൃത്വം നൽകിയ ആളുടെ പേരാണ് രാമനമ്പി. പേര് മറക്കരുത്, പ്രീവിയസ് ഇയറിൽ എപ്പോഴും ചോദിക്കുന്നതാണ് രാമനമ്പി. ഈ പേര് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. അപ്പൊ 1812 ഇയർ മറക്കരുത്. പഴശ്ശിയുടെ 2 സീസൺസ് നമ്മൾ പഠിച്ചു, ആ 2 ഇയറും ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ കുറിച്യ റിവോൾട്ടിന്റെ ഇയർ എന്ന് പറയുന്നത് 1812 വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിനും അതുപോലെ തന്നെ അമിതമായ നികുതി പിരിവിനുമെതിരെ കുറിച്യ ഗോത്രവർഗ്ഗക്കാർ നടത്തിയ സായുധ കലാപമാണ് കുറിച്യ കലാപം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തലശ്ശേരി സബ് കളക്ടർ ബേബറിനെയാണ്. അപ്പൊ ഇവിടെ തലശ്ശേരി കളക്ടർ, നമുക്കറിയാം ഒരു ജില്ലയ്ക്ക് കളക്ടറും സബ് കളക്ടറും അസിസ്റ്റന്റ് കളക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ തോമസ് വാർഡന്റെ നികുതി പിരിവിനെതിരെയാണ് ഈ ഒരു കലാപം ഉണ്ടായിട്ടുള്ളത്, മറക്കരുത്. തോമസ് വാർഡൻ. അതുപോലെ തന്നെ രാമനമ്പി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇത് മലയാളത്തിൽ കൊടുത്തതാണ്. രാമനമ്പിയുടെ നേതൃത്വത്തിലുള്ള അമ്പും വില്ലും ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു സായുധ പ്രക്ഷോഭം നടത്തിയത്. കണ്ടില്ലേ, കുറിച്യ റിവോൾട്ട്. ഇത് SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ കൊണ്ടുവന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളത് പഠിക്കണം, ഈ ഒരു പോർഷൻ ഓർത്ത് വെക്കണം. ഇതിൽ നിന്നൊക്കെ ആവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SCERT NCERT എന്നൊക്കെ ആവും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. TH ബേബർ നമ്മൾ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ രാമനമ്പി. റീസൺസ് ഇവിടെ കണ്ടിട്ടില്ല, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ്, അതുപോലെ തന്നെ കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ്, നിർബന്ധിതമായിട്ട് നികുതി പിരിവ്, അതുപോലെ തന്നെ ഇവരുടെ അഗ്രികൾച്ചർ ലാൻഡ്, ഇവരുടെ പ്രദേശങ്ങൾ, ഭൂമി പിരിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ തുടങ്ങി. ഇത്രയാണ് റീസൺസ് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഇപ്പൊ 1792 എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്നാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി നടന്നിട്ടുള്ള വർഷം? 1792. മറക്കരുത്, ഇപ്പൊ തന്നെ പഠിച്ചു, 1792 മറക്കരുത്. അപ്പൊ 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും, അപ്പൊ അന്നത്തെ വൈസ്രോയ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൈസ്രോയുടെ പേരാണ് കോൺവാലിസ് പ്രഭു. ഓക്കെ, കോൺവാലിസ് പ്രഭു, ഈ പേര് നിങ്ങൾ മറക്കരുത്. കോൺവാലിസ് പ്രഭു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് കോൺവാലിസ് പ്രഭു, അതുപോലെ തന്നെ മൈസൂർ കിങ് ആയിട്ടുള്ള ടിപ്പു സുൽത്താനുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ഒരു ഉടമ്പടിക്ക് ശേഷമാണ് മലബാർ ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്രൊണോളജി നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ഓർത്തെടുത്തേ. 1791 കൊച്ചി ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അതുപോലെ തന്നെ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയോടുകൂടി മലബാറും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. 1795 തിരുവിതാംകൂറും ബ്രിട്ടീഷിന്റെ അണ്ടറിലായി. 1805 തിരുവിതാംകൂർ സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡിയറി അലയൻസ് സ്വീകരിച്ചു. അപ്പോൾ മിലിറ്ററി തിരുവിതാംകൂർ എന്തായി? ബ്രിട്ടീഷുകാരായിട്ട് ഡിപ്പെൻഡൻ്റ് ആയി. അപ്പൊ ഇത്രയും ഈ ഒരു ക്രോണോളജി നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങനെ കേരളം മൊത്തം ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഈ ഒരു ക്രോണോളജി നിങ്ങൾ പഠിച്ചു വെച്ചോ. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. 1615 ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലോട്ട് വന്നു, സാമൂതിരിയുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചു. 1634 ആദ്യമായിട്ട് കുരുമുളക് കയറ്റി അയച്ചു. 1664 സാമൂതിരി ഒരു ഫാക്ടറി പണിയാൻ കോഴിക്കോട് അനുവാദം കൊടുത്തു. പിന്നീട് നടന്നത് 1695. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ യൂറോപ്യൻസിന്റെ അറൈവലും അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അപ്പോൾ നമ്മൾ PSC കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറ് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾക്ക് ഇത് ഞാൻ തന്നിട്ടുള്ളത്. കാരണം NCERT SCERT ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ ശ്രീധരൻ സാറിന്റെ കേരള ഹിസ്റ്ററി എന്ന പുസ്തകം, ഈ ഒരു 3 സോഴ്സിൽ നിന്നാണ് കൂടുതലായിട്ട് PSC ചോദിച്ചു വരുന്നത്. അപ്പോൾ ഒരു എക്സാമിൽ എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്, അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 1695 അഞ്ചുതെങ്ങ് കോട്ട പണിതത്, അത് നമ്മൾ നേരത്തെ പഠിച്ചു. 1721 ആറ്റിങ്ങൽ കലാപം, 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി, അങ്ങനെ 1795 ട്രാവൻകൂറും തിരുവിതാംകൂറും ബ്രിട്ടന്റെ കൺട്രോളിലായി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത്
1861 മറക്കരുത് ആദ്യത്തെ റെയിൽവേ പാത, റെയിൽവേ ലൈൻ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. എവിടെ തൊട്ട് എവിടെ വരെയാണ്? ബേപ്പൂർ ടു തിരൂര് വരെ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഇതല്ല. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1853 ബോംബെ ടു താനെയാണ്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. പക്ഷെ കേരളത്തിലേത് 1861 ബേപ്പൂർ ടു തിരൂരാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹെൻറി വാലന്റൈൻ കനോലിയയാണ്. 1500ഓളം ഏക്കർ വരുന്ന ഒരു തേക്കിൻ തോട്ടം സ്ഥാപിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ആ ഒരു തേക്കിൻ തോട്ടത്തെ കനോലി പ്ലോട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു നിലമ്പൂരാണ് ഈ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. തേക്കിൻ തോട്ടങ്ങൾ, ടീ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. ഇത് നിങ്ങൾ മറക്കരുത്, ഓർത്ത് വെക്കണം. കണ്ടില്ലേ, SCERTയിലെ ഒരു ടെക്സ്റ്റിലെ ഒരു ഭാഗമാണ്. അതിൽ കൃത്യമായിട്ട് കനോലി പ്ലോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് സ്ഥാപിതമായിട്ടുള്ള വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു തേക്കിൻ കാടാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മ്യൂസിയവും അവിടെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മുടെ ഈ ഒരു സീരീസിൽ യൂറോപ്യന്മാരുടെ ആഗമനവും അവരുടെ കോൺട്രിബ്യൂഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് ഫോളോ അപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ നമുക്കൊരു റിവിഷൻ്റെ ആവശ്യം പോലുമില്ല. നിങ്ങളൊരു ഡിഗ്രി പ്രിലിംസ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സിനോടൊപ്പം അഡ്വാൻസ് സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, പേഴ്സണൽ മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്